everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ കൊമേഴ്സ് സ്റ്റുഡൻസിൻ്റെ ബിസിനസ് റെഗുലേഷൻസിലെ ചാപ്റ്റർ 4 ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 1, 2, 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി സിമ്പിൾ നോട്ട്സ് സഹിതം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചാനൽ നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ചാപ്റ്റർ 4 കൺസിഡറേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിന് മുന്നുള്ള വീഡിയോസ് കണ്ടിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കൺസിഡറേഷൻ എന്ന് പറയുന്നത് പണത്തിൻ്റെ മൂല്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളൊരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൽ നമ്മൾ കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ പ്രൈസ് പെയ്ഡ് ബൈ ദ പ്രോമിസി ഫോർ ദി ഒബ്ലിഗേഷൻ ഓഫ് ദി പ്രോമിസർ. പ്രോമിസർക്ക് കൊടുക്കുന്നതാണ്. പ്രോമിസർ എന്ന് പറയുന്നത് ഒരു ഓഫർ മുന്നോട്ടേക്ക് വെച്ച ആളെയാണ്. ഒരു ഓഫർ നമുക്ക് എന്താ പറയുക, എൻ്റെ വണ്ടി ഞാൻ 1,00,000 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അപ്പം ഞാനാണ് ഓഫർ വിൽക്കുന്നത്. അപ്പോൾ എന്നെയാണ് പ്രോമിസർ എന്ന് പറയുന്നത്. ഇനി അത് ഞാൻ അനുവിൻ്റെ അടുത്താണ് ഓഫർ വെക്കുന്നത്. അപ്പോൾ അനു പറയാണ് ശരി ഞാനത് വാങ്ങാം എന്ന്. അനു അത് ആക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് പ്രോമിസി. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പ്രോമിസി, അതായത് വാങ്ങാൻ പോകുന്ന ആള് വിൽക്കുന്ന ആൾക്ക് ആണല്ലോ പൈസ കൊടുക്കേണ്ടത് അല്ലേ, സാധാരണ അങ്ങനെയല്ലേ. അപ്പോൾ ഈ പ്രോമിസർക്ക് കൊടുക്കുന്ന മണി ഓർ എന്തെങ്കിലും മണിയുടെ വാല്യൂ ഉള്ള സംഭവങ്ങൾ, അപ്പോൾ അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുക. ഇറ്റ് ഡസ് നോട്ട് മീൻ പേയ്മെൻറ്റ് ഓഫ് മണി ഓൺലി. ഇത് എന്താ പറയുക, പണം തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതിൻ്റെ മൂല്യമുള്ള എന്തെങ്കിലും നമ്മൾ അവിടെ എക്സ്ചേഞ്ച് ചെയ്താൽ മതി. അപ്പം അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ സെക്ഷൻ 2 സബ്സെഷൻ ഡി ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരമാണ് കൺസിഡറേഷൻ എന്താണ് എന്ന് പറയുന്നത്. കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ നമുക്ക് ഈ പറയുന്ന കൺസിഡറേഷൻ കൊടുക്കാം. പണത്തിൻ്റെ മൂല്യമുള്ള എന്തെങ്കിലും കൈമാറ്റം ചെയ്യാം. ഓക്കെ, അത് ഡെഫിനിഷൻ ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ എന്താണ് കൺസിഡറേഷൻ എന്ന് നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതാൻ കിട്ടിയാലും മതി. ഇനി അടുത്തത് എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് കൺസിഡറേഷൻ. അതായത് ഇത് നല്ലൊരു കൺസിഡറേഷനാണ്, വാലിഡ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് റൂൾസ് നമ്മൾ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് ബി മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. സാധനം വിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ഓഫർ വെക്കുന്ന ആളെയാണ് പ്രോമിസർ എന്ന് പറയാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ പ്രോമിസറുടെ ആഗ്രഹപ്രകാരം ഇപ്പം ഞാനാണ് ഒരു എമൗണ്ട് പറയേണ്ടത് അല്ലേ, ഞാനാണ് പറയുന്നത് 1 lakh. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രോമിസർ പറഞ്ഞൊരു എമൗണ്ട് അല്ലെങ്കിൽ അതായിരിക്കണം കൺസിഡറേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദി പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. അതായത് ഇപ്പോൾ ഞാൻ അനുവിനാണ് വണ്ടി വിൽക്കുന്നത്, അനു ആണല്ലോ എനിക്ക് പൈസ തരേണ്ടത്. പക്ഷെ ചില സമയത്ത് അനു ഇവിടെ പ്രോമിസിയാണ്, അപ്പോൾ പ്രോമിസിയാണ് എനിക്ക് പൈസ തരേണ്ടത്. ചില സമയത്ത് ഇപ്പം അനുവിന് ഒഴിവില്ലെങ്കിൽ അനുവിൻ്റെ ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും നമുക്ക് പൈസ കൊണ്ട് തരാം അല്ലേ. അപ്പോൾ ഇവിടെ പറയുവാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ശരിക്കും പ്രോമിസിയാണ് തരേണ്ടത്, അല്ലെങ്കിൽ വേറൊരാൾ, പ്രോമിസിക്ക് പകരം വേറൊരാൾ തന്നാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. കൺസിഡറേഷൻ നമുക്ക് മുന്നേ കൂട്ടി തരാം, അല്ലെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ പ്രസൻറ്റിൽ തരാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലും തരാം. ഇപ്പം ചില കേസിൽ നമ്മൾ മുന്നേ പൈസ കൊടുക്കാറുണ്ട്, അഡ്വാൻസ് എന്നുള്ള രീതിക്ക് മുന്നേ തന്നെ നമ്മൾ പൈസ കൊടുക്കാറുണ്ട്. ഇപ്പോൾ വണ്ടിയൊക്കെ വാങ്ങുന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ വീട് വാങ്ങുന്ന സമയത്ത് നമ്മൾ കുറച്ച് എമൗണ്ടും ആദ്യം കൊടുക്കും, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി എമൗണ്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മുന്നേ കൊടുക്കുന്നതിനെ പാസ്റ്റ് കൺസിഡറേഷൻ എന്നാണ് പറയുക. ദെൻ ഇപ്പോൾ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കടയിൽ നിന്നൊരു സാധനം വാങ്ങുന്നു, ഉടനടി പൈസ കൊടുക്കുന്നു, അത് പ്രസൻറ്റ് ഓർ എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഫ്യൂച്ചറിൽ ഇപ്പം ഞാൻ പറയുവാണ് എന്താണ്, എൻ്റെ വീട് പെയിൻറ്റ് ചെയ്ത് തരണം, പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് എമൗണ്ട് തരാം. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഫ്യൂച്ചർ ഓർ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസിഡറേഷൻ ആയിട്ടും ഇതിൽ പറയുന്നുണ്ട്. ദെൻ അതിൽ വേറൊരു റൂളാണ് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡിക്വേറ്റ് എന്നാണ് പറയുന്നത്. അതായത്
എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു സ്കൂട്ടർ ഉണ്ട്, ഒരു 28,000 റുപ്പീസ് വാല്യൂ ഉള്ള ഒരു വേർത്തുള്ള ഒരു സ്കൂട്ടറാണ്. പക്ഷെ അത് നമ്മൾ വിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ അതേ സെയിം റേറ്റിനായിരിക്കില്ല വിൽക്കുക. ഒരു 20,000 രൂപയ്ക്കോ 15,000 രൂപയ്ക്കോ ആയിരിക്കും നമ്മൾ വിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ എമൗണ്ടിൽ വ്യത്യാസം വന്നു. ശരിക്കും 28,000-ൻ്റെ സ്കൂട്ടർ 15,000-നാണ് നമ്മൾ സെല് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എമൗണ്ടിൽ വ്യത്യാസമുണ്ട്. പക്ഷേ അതൊന്നും പ്രശ്നമില്ല എന്നാണ്, അങ്ങനെ കൃത്യമായിരിക്കണമെന്നൊന്നുമില്ല. പ്രോമിസർ പറയുന്ന എമൗണ്ട് എന്താണോ, അല്ലെങ്കിൽ പ്രോമിസർ പറയുന്ന ആ ഒരു എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്ന സംഭവം എന്താണോ അതാണ് അവിടുത്തെ കൺസിഡറേഷൻ. ഇനി റിയൽ ആയിരിക്കണം, ഇല്ലൂഷറി ആയിരിക്കരുത്. കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ ആയിരിക്കണം, നിയമപ്രകാരമുള്ളതായിരിക്കണം. ദെൻ it must be something which the promisor is not already bound to do. ഇനി പ്രോമിസർ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യത്തിന് നമ്മൾ കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു നമ്മുടെ വീട്ടിലൊരു മോഷണം നടന്നു. അപ്പോൾ ഒരു പോലീസ് ഓഫീസർ കേസ് അന്വേഷിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ ആള് കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളെടുത്ത് ചോദിച്ചു. അപ്പോൾ ആള് പോകുന്ന സമയത്ത് നമ്മൾ ആൾക്ക് പൈസ കൊടുക്കുകയാണ്. കേസ് എങ്ങനെയെങ്കിലും ഒന്ന് വേഗം തെളിയിച്ച് കള്ളനെ പിടിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പൈസ കൊടുക്കുകയാണ്, ഒരു കൺസിഡറേഷൻ എന്നുള്ള രീതിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല, അതാ പോലീസ് ഓഫീസറിൻ്റെ ഡ്യൂട്ടിയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായി, കൈക്കൂലി ആയില്ലേ. അപ്പോൾ ആൾ ഓൾറെഡി ചെയ്യേണ്ട ഒരു കാര്യത്തിന് പിന്നെ നമ്മൾ കൺസിഡറേഷൻ കൊടുക്കരുത്. അങ്ങനെയും ചില കേസുകളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുറച്ച് എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഫോർ വാലിഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റും സ്ട്രേഞ്ചർ ടു കൺസിഡറേഷനും. ഇതിനെ പറയുന്ന മറ്റ് പേരുകളാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റും പ്രിവിറ്റി ഓഫ് കൺസിഡറേഷനും. അപ്പോൾ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പേഴ്സൺ who is not a party to contract cannot claim rights even though the contract is for his benefit, and such a person is known as stranger to contract. Stranger to contract ഇപ്പോൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പോൾ എന്താ പറയുക, അനു മീനും തമ്മിലാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അനു ഉണ്ട്, അതേപോലെ തന്നെ മീനുവും ഉണ്ട്. ഇവർ 2 പേരും തമ്മിലാണ് വണ്ടി വിൽക്കുന്നതിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് അനുവിൻ്റെ കയ്യിലുള്ള കാറ് നമ്മുടെ മീനുവിന് വിൽക്കാണ് ചെയ്യുന്നത്. അപ്പോൾ മീനു ആണ് ഇവിടെ നമുക്ക് പൈസ തരേണ്ട ആൾ. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് മീനു പൈസ കൊടുക്കുന്ന സമയത്ത് മീനു പറയാണ്, എനിക്ക് ഒഴിവില്ല ഇന്ന്, ഞാൻ എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി വണ്ടി മേടിക്കുന്നത്, അപ്പോൾ ബ്രദർ പൈസ കൊണ്ടുതരും എന്ന് പറയാണ്. ഓക്കെ, ബ്രദർ പൈസ കൊണ്ടുതരും എന്ന് പറയാണ്. ബ്രദറിൻ്റെ പേര് മനു എന്നാണ്. മനു ആണ് പൈസ കൊണ്ടുതരുമെന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇവിടെ നമ്മുടെ കോൺട്രാക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അനു മീനും തമ്മിലാണ് കോൺട്രാക്റ്റ്. ബ്രദറിന് വേണ്ടി വണ്ടി വാങ്ങുന്നതോ ബ്രദർ കൊണ്ട് പൈസ തരുന്നതോ ഒന്നും ഇവിടെ വിഷയമല്ല. അനു മീനും തമ്മിലാണ് ഇവിടെ കോൺട്രാക്റ്റ്. ഈ 2 പേരുള്ള കോൺട്രാക്റ്റിലേക്ക് മൂന്നാമത് ആര് വന്നാലും, അച്ഛൻ വന്നാലോ അമ്മ വന്നാലോ അതൊന്നും ഇവിടെ വിഷയമല്ല. മൂന്നാമത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ വിളിക്കുന്ന പേരാണ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് പ്രകാരം ഈ മൂന്നാമത് വരുന്ന വ്യക്തി എന്ന് പറയുന്നത് തികച്ചും സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളാണ്. ബിക്കോസ് ഇവിടെ അനു മീനും തമ്മിലുള്ളതാണ് കോൺട്രാക്റ്റ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്ട്രേഞ്ചറായിട്ട് വന്നത് മീനുവിൻ്റെ ബ്രദറാണ്. മീനു വണ്ടി വാങ്ങുന്നത് ബ്രദറിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും, പൈസ തരുന്നത് ബ്രദർ ആണെങ്കിൽ പോലും കോൺട്രാക്റ്റ് ആര് തമ്മിലായിരുന്നു, അനു മീനും തമ്മിലാണ്. അപ്പം എന്താണ്, ഈ ബ്രദർ സ്ട്രേഞ്ചർ തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്, ഹു ഈസ് നോട്ട് എ പാർട്ടി ടു കോൺട്രാക്ട്. ഈ ഒരു കോൺട്രാക്റ്റിലെ പാർട്ടി അല്ലാത്ത ഏതൊരാൾക്കും യാതൊരു തരത്തിലുള്ള റൈറ്റ്സും അവിടെ വന്ന് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റില്ല. മീനുവിന് വന്ന് പറയാം, അല്ലാതെ വേറൊരാൾക്കും വന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈവൻ ദോ ദ കോൺട്രാക്ട് ഇസ് ഫോർ ഹിസ് ബെനിഫിറ്റ്, ആളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടാവുക. എന്നാൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, ആൾക്ക് ഇതിൽ വന്ന് ഇടപെടാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും റൈറ്റ്സ് ഇല്ല സ്ട്രേഞ്ചർക്ക്, ഒരു തേർഡ് പാർട്ടിക്ക്. ഓക്കെ, അപ്പോൾ അതിന് പറയുന്ന പേരാണ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെയുള്ളതാണ് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ. അതിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ. അതായത് ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ള സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾ കൊണ്ടുവരുന്ന കൺസിഡറേഷനെയാണ് നമ്മൾ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ,
അനുവും മീനും തമ്മിലാണ് കോൺട്രാക്ട്. മീനുവാണ് ആക്ച്വലി പൈസ തരേണ്ടത്. പക്ഷെ മീനുവിന് ആ സമയത്ത് ഒഴിവില്ലാത്തതുകൊണ്ട് മീനു പറഞ്ഞു ബ്രദറിൻ്റെ കയ്യിൽ കൊടുത്തയക്കാമെന്ന്. അപ്പം ഞാൻ നോക്കിയ സമയത്ത് ബ്രദർ സ്ട്രേഞ്ചറാണ്, ബ്രദർ തേർഡ് പാർട്ടിയാണ്. അങ്ങനെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ബ്രദർ കൊണ്ടുവരുന്ന പൈസ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. പ്രോമിസർക്ക് അത് ഓക്കെ ആണെങ്കിൽ അത് വാങ്ങി വെക്കാം. അപ്പോൾ അങ്ങനെ ആൾ കൊണ്ടുവരുന്ന പൈസേനെയാണ് നമ്മൾ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ മീൻസ് സ്ട്രേഞ്ചർ ടു ദി കൺസിഡറേഷൻ ഓർ കൺസിഡറേഷൻ ഗിവൺ ബൈ എനി അതർ പേഴ്സൺ ദാൻ ദി പ്രോമിസി. അതായത് മീനും അല്ലാതെ വേറെ ഏതൊരാളും കൺസിഡറേഷൻ കൊണ്ടുവരുവാണെങ്കിൽ ആളെ നമ്മൾ വിളിക്കുന്ന പേര് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ അഥവാ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്നാണ്. അപ്പോൾ ഈ 2 ടോപ്പിക്കും നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ടോപ്പിക്സ് ആണ്. കൃത്യമായിട്ട് ഇതിൻ്റെ ആ ഒരു സെക്കൻഡ് പേരും കൂടി ഉണ്ടല്ലോ, സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് ഓർ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്, അതും കൂടി പഠിക്കാൻ ശ്രമിക്കാം. ഇനി നെക്സ്റ്റ് ഇതിൽ എക്സംഷൻസ് ടു ദി റൂൾ ദാറ്റ് ഈസ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് കനോട്ട് സ്യൂ. അതായത് നമ്മൾ പറഞ്ഞല്ലോ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് ഏതൊരു തേർഡ് പാർട്ടിനെയും നമ്മൾ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് എന്നാണ് പറയുക. പക്ഷെ അത് ചില കേസിൽ അത് കുഴപ്പമില്ല എന്ന് പറയുന്നത്. ചില കേസിൽ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾക്കും കോൺട്രാക്റ്റിൻ്റെ ഇടയിൽ വന്ന് ഇടപെടാം. അങ്ങനെയുള്ള കേസുകളാണ് ട്രസ്റ്റ് രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളത്. മാരേജ് സെറ്റിൽമെൻറ്റ്, പിന്നെ പാർട്ടീഷൻ ഓർ ഫാമിലി അറേഞ്ച്മെൻറ്റ്സിൻ്റെ കേസിൽ, ഏജൻ്റ് ആയിട്ടുള്ള കേസിൽ, പിന്നെ അസൈനി ക്യാൻ ഓൾസോ സ്യൂ ഓൺ ദി ബേസ് ഓഫ് അസൈൻമെൻറ്റ്. ഒരു അസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അസൈനി ഉണ്ട്, അത് ചെയ്യുന്നതാണ്. അപ്പോൾ അവരൊക്കെ ഏകദേശം തേർഡ് പാർട്ടി ആയിട്ട് വരുന്ന ആളുകളാണ്. ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഇടപെടാം എന്നാണ് പറയുന്നത്. കുറച്ച് എക്സംഷൻ കേസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ. ഈ ഒരു കോൺട്രാക്റ്റിന് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും വാല്യൂബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ആ ഒരു വാല്യൂ എന്താണ് എന്നുള്ളത്. ജനറൽ റൂള് പറയുവാണെങ്കിൽ നോ കൺസിഡറേഷൻ ദെൻ നോ കോൺട്രാക്റ്റ്. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അതിനൊരിക്കലും നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയില്ല. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ച സമയത്ത് എന്താണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞൊരു 10 എലമെൻറ്റ്സ് പഠിച്ചിരുന്നു. എപ്പോഴും എസ്സേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അപ്പോൾ അതിൽ നമ്മളൊരു കോൺട്രാക്റ്റിനെ കോൺട്രാക്റ്റ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ 10 എലമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ആ 10 എണ്ണത്തിൽ ഒരാളാണ് കൺസിഡറേഷൻ. അതിലേതെങ്കിലും ഒരെണ്ണം മിസ്സായാൽ പിന്നെ അത് കോൺട്രാക്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ആ 10 എണ്ണം കൂടി ഒരുമിച്ചുണ്ടെങ്കിലേ അതൊരു കോൺട്രാക്റ്റ് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ അതിലൊരു എലമെൻ്റാണ് കൺസിഡറേഷൻ. അപ്പോൾ കൺസിഡറേഷൻ അതിന് മിസ്സായി കഴിഞ്ഞാൽ അത് കോൺട്രാക്റ്റ് അല്ല. സോ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. കൺസിഡറേഷൻ ഇല്ലാത്ത ഒരു കോൺട്രാക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് നൾ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ വോയിഡ്. അത് വാലിഡ് അല്ല, വോയിഡ് ആണ്. ദെൻ ഓൾസോ ഇറ്റ് ഈസ് കോൾഡ് എ നേക്കഡ് പ്രോമിസ്. നേക്കഡ് പ്രോമിസ് എന്നും കൂടി അതിനെ വിളിക്കും, കൺസിഡറേഷൻ ഇല്ലാത്ത കോൺട്രാക്റ്റുകളെ. ബിക്കോസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇനി വീണ്ടും കുറച്ച് എക്സംഷൻസ് ടു കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചില കേസിൽ കൺസിഡറേഷൻ എന്താണ് എക്സംഷൻ കിട്ടിയിട്ടുണ്ട് കൺസിഡറേഷൻ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ദെയർ മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ റൈറ്റ് എ പ്രോമിസ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ. അതായത് ചില കേസുകൾ നമ്മൾ സ്നേഹത്തിൻ്റെ പുറത്തുള്ള കോൺട്രാക്റ്റുകൾ ഉണ്ടാവില്ലേ, സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മൾ പൈസ കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ കൺസിഡറേഷൻ അങ്ങനെ ആക്കണമെന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ചില കേസിൽ ഇപ്പം അച്ഛൻ മകന് ഹോസ്റ്റലിലേക്ക് വേണ്ടിയിട്ട് പൈസ അയച്ചു കൊടുക്കുകയാണ്. അത് അച്ഛൻ്റെ സൈഡിൽ നിന്ന് അച്ഛൻ ചെയ്യുന്നുണ്ട്, മകൻ്റെ സൈഡിൽ നിന്ന് മകൻ അത് റിട്ടേൺ ചെയ്യണമെന്നില്ലല്ലോ, അങ്ങനെ നിർബന്ധമില്ലല്ലോ. അപ്പം അങ്ങനെ സ്നേഹത്തിൻ്റെ പുറത്തുള്ള ചില കേസിൽ അങ്ങനെ കൺസിഡറേഷന് റൂള് വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ വോളണ്ടറി സർവീസസ്. വോളണ്ടറി സർവീസുകൾക്കും ഇപ്പോൾ ഒരാൾ പേഴ്സ് കളഞ്ഞു പോയി, പേഴ്സ് തിരിച്ചു കൊടുക്കുകയാണ്. പേഴ്സ് തിരിച്ചു കൊടുത്ത സമയത്ത് നമ്മളൊരു 500 രൂപ കൊടുക്കുന്നുണ്ട്, കണ്ട് പിടിച്ച് തന്ന ആൾക്ക് 500 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പം അതൊന്നും പിന്നെ ആൾ ആ പൈസ തിരിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല, അതൊന്നും കൺസിഡറേഷൻ ഇതിൽ കൂട്ടില്ല എന്നാണ് പറയുന്നത്. ദെൻ എഗ്രിമെൻറ്റ് ടു പേ എ ടൈം ബെയർ ഡെപ്റ്റ്. പിന്നെ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2000 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു. 1 മാസം സമയം കൊടുത്തിട്ടും ആൾ ആ പൈസ തന്നിട്ടില്ല. അപ്പോൾ കിട്ടാനുള്ള ആൾ പറയുകയാണ് അന്ന് നീ 2000 തരണ്ട, 1000 എങ്കിലും തരാൻ പറയുവാണ്. അപ്പോൾ അത്രയും കേസും കൺസിഡറേഷൻ്റെ കേസിൽ എക്സംഷനായിട്ട് പറയുന്നുണ്ട്. ദെൻ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസീൻ്റെ കേസിലും നോ കൺസിഡറേഷൻ ഈസ് നെസസറി എന്നാണ് പറയുന്നത്. പിന്നെ ഒരു ഗിഫ്റ്റിൻ്റെ കേസിൽ, റെമിഷൻ്റെ കേസിൽ, റെമിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ഡെപ്റ്റ് കോംപ്രമൈസ് ചെയ്യുന്നതിനെയാണ്
റെമിഷൻ എന്ന് പറയും. അതായത് എത്രയാണോ എമൗണ്ട് കൊടുക്കാനുള്ളത് അതിലും കുറവ് എമൗണ്ടിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നേരത്തെ അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കേസുകളിലൊന്നും കൺസിഡറേഷൻ്റെ ഇത് വാല്യൂ ഇല്ല, എക്സംഷനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ 4 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ നമ്മൾ വേഗം വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.